ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല കൊഴുവ് കിട്ടുമ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, എനിക്ക് പീര വെക്കുക തന്നെ. അപ്പോൾ അതിനായി ഞാനിവിടെ ചട്ടിയിലേക്ക് കുറച്ച് കുടപ്പുളി ഇട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളകും കുരു അരിഞ്ഞ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ പച്ചമുളകും ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. പുളിയുടെ നീരെല്ലാം നമുക്ക് വെള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കുടപ്പുളി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് വെള്ളം ഒന്ന് വറ്റി കിട്ടും. ഇനി നമുക്ക് ഒതുക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഞാൻ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്ത് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ ഇഞ്ചിയുടെ കഷ്ണങ്ങളും ആ ചെറിയ ഉള്ളിയെല്ലാം നമുക്ക് കടിക്കാൻ കിട്ടണം ഇതിൽ. എന്നിരുന്നാലും ഇതിൽ നമുക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുള്ളൂ. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ കൊഴുവ പീര വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ മത്തി കിട്ടിയാലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്